നമസ്കാരം. PM ശ്രീ പദ്ധതിയിലെ CPI എതിർപ്പ് താക്കീതിലൊതുങ്ങും. അതിനപ്പുറത്തേക്കുള്ള തീരുമാനമൊന്നും CPI എടുക്കില്ല. PM ശ്രീയിൽ കേരളം ഒപ്പുവെച്ച വിഷയത്തിൽ നിലപാട് തീരുമാനിക്കാൻ നിർണായക CPI എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് ആലപ്പുഴയിൽ നടക്കും. മന്ത്രിമാരെ രാജിവെപ്പിക്കുന്നതടക്കം കടുത്ത നിർദ്ദേശങ്ങളിലേക്ക് യോഗം കടക്കില്ല. കേന്ദ്ര പാഠ്യപദ്ധതി നടപ്പാക്കില്ലെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ വാക്കുകൾ CPI മുഖവിലക്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയും ചേർന്ന് നടത്തിയ PM ശ്രീ ഓപ്പറേഷൻ അങ്ങനെ വിജയത്തിലെത്തുകയാണ്. PM ശ്രീയിൽ കേരളത്തിന് കേന്ദ്രം ഇളവ് നൽകുമെന്നാണ് സൂചന. PM ശ്രീയിൽ ഫണ്ട് കിട്ടുമ്പോൾ NEP സിലബസ് അതുപോലെ നടപ്പാക്കണമെന്ന നിബന്ധന കേരളത്തിന് വേണ്ടി ഒഴിവാക്കും. കേരളത്തിന് സ്കൂളുകളിൽ സ്വന്തം പാഠപുസ്തകം പഠിപ്പിക്കാനും കഴിയും. കേരളവും പദ്ധതിയിൽ ഒപ്പിട്ടെന്ന് ചൂണ്ടിക്കാട്ടി ബംഗാളിനെയും തമിഴ്നാടിനെയും ഒറ്റപ്പെടുത്താനാണ് ഈ സുപ്രധാന നീക്കം. ബംഗാളും തമിഴ്നാടും നിയമ നടപടികൾ എടുക്കുന്ന സാഹചര്യത്തിലാണിത്. കേരളം 2024 മാർച്ചിൽ തന്നെ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നുവെന്ന് കേന്ദ്ര സ്കൂൾ വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ പറഞ്ഞതിന് പിന്നാലെയാണ് മന്ത്രിയുടെ പ്രതികരണം. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സെക്രട്ടറിയുടെ വാക്കുകളും CPM പ്രതീക്ഷയാണ്. PM ശ്രീയിൽ ചേർന്നതുകൊണ്ട് NEP സിലബസ് അതുപോലെ നടപ്പാക്കണമെന്ന് നിർബന്ധമില്ലെന്ന് സഞ്ജയ് കുമാർ പറഞ്ഞിരുന്നു. വിദ്യാഭ്യാസം കൺകറന്റ് പട്ടികയിലാണ്. അതിനാൽ തന്നെ കരിക്കുലവും പാഠപുസ്തകവും സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. NEP നയം ഒരു മാതൃക മാത്രമാണ്. ദേശീയ തലത്തിൽ ഏകീകരണം വേണമെന്നതാണ് കേന്ദ്രത്തിന്റെ താല്പര്യമെന്നും സഞ്ജയ് കുമാർ പറഞ്ഞു. ഇത്തരത്തിലൊരു നിലപാട് കേന്ദ്രം പ്രഖ്യാപിക്കുന്നത് ആദ്യമായിട്ടാണ്. ഇത് കേരളത്തിന് വേണ്ടി എടുത്ത തീരുമാനമാണെന്നാണ് സൂചന. ഈ നിലപാട് CPIയെയും CPM അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിലബസിന്റെ കാര്യത്തിൽ CPI അങ്ങനെ പ്രശ്നം തീരും. PM ശ്രീ പദ്ധതിയിൽ CPI കടുത്ത നിലപാടുകൾ എടുക്കില്ല. കേന്ദ്ര പാഠ്യപദ്ധതി വേണ്ടിവരില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് CPI യോഗത്തെ സെക്രട്ടറി ബിനോയ് വിശ്വം അറിയിക്കും. ഇപ്പോൾ CPMുമായി തെറ്റുന്നത് രാഷ്ട്രീയ തിരിച്ചടിയാകും. ഇടതൈക്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ലെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. മുസ്ലിം ലീഗിന് പിന്നിൽ മൂന്നാം കക്ഷിയായി UDFന്റെ ഭാഗമാകുന്നത് ആത്മഹത്യാപരമാണെന്നാണ് ബിനോയ് വിശ്വത്തിന്റെ നിലപാട്. ഇക്കാര്യം CPI കേന്ദ്ര നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട്. ഭാവിയിൽ നയപരമായ കാര്യങ്ങൾ CPI അനുമതിയോടെ ആകണമെന്ന് CPMനെ അറിയിക്കും. ആലപ്പുഴയിലെ CPI യോഗത്തിൽ കടുത്ത തീരുമാനമൊന്നും ഉണ്ടാകില്ല. എന്നാൽ CPIയുടെ അനുമതിയില്ലാതെ രഹസ്യമായി PM ശ്രീയിൽ ഒപ്പിട്ടതിനെ ശക്തമായി തന്നെ എതിർക്കും. ഇക്കാര്യം CPMനെ അതിശക്തമായി അറിയിക്കുകയും ചെയ്യും. അതേസമയം CPM സമവായ സാധ്യതകൾ തേടുകയാണ്. രാവിലെ അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം നടക്കും. ബിനോയ് വിശ്വത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിളിച്ചു കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. കരാറിൽ നിന്ന് പിന്മാറണമെന്ന പാർട്ടി ആവശ്യത്തോട് ഇതുവരെ വിദ്യാഭ്യാസ വകുപ്പും CPMും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. മന്ത്രിസഭയെ നോക്കുകുത്തിയാക്കി ചർച്ച കൂടാതെ മുന്നണി മര്യാദ ലംഘിച്ചാണ് കരാർ ഒപ്പിട്ടതെന്നാണ് CPI വിലയിരുത്തൽ. ഈ നിലപാട് തുടരുമ്പോഴും വിശാല ഇടതൈക്യത്തിനായി CPI നിലകൊള്ളും. മന്ത്രിമാരെ ക്യാബിനറ്റ് യോഗത്തിൽ നിന്ന് പിൻവലിപ്പിക്കണം, മന്ത്രിമാരെ രാജിവെപ്പിക്കണം എന്നതടക്കമുള്ള കടുത്ത നിർദ്ദേശങ്ങളാണ് CPIയുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉയർന്നത്. കടുത്ത തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വത്തിന്റെയും പിന്തുണയുണ്ട്. അതേസമയം പാർട്ടി മുന്നണി വിടില്ല. PM ശ്രീയിൽ വിട്ടുവീഴ്ചയില്ലാതെ CPI മുന്നോട്ട് പോകുമ്പോൾ സമവായ ചർച്ചയ്ക്ക് ഇനിയും സാധ്യതയുണ്ടെന്നാണ് CPM വിലയിരുത്തൽ. നിലവിലെ സാഹചര്യം വിലയിരുത്താൻ തിരുവനന്തപുരത്ത് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നുണ്ട്. CPIക്കാർ രാഷ്ട്രീയ ശത്രുക്കളല്ലെന്നും അവർ സഹോദര പാർട്ടിയാണെന്നും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളാകുമ്പോൾ ചില കാര്യങ്ങൾ അറിയാറില്ലെന്നും എല്ലാം നേതാക്കൾ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CPIയുമായിട്ടുള്ളത് സഹോദര പിണക്കം മാത്രമാണ്. വകുപ്പിന്റെയും മന്ത്രിയുടെയും അനുമതിയോടെയാണ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ധാരണാപത്രം ഒപ്പിട്ടത്. മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം 2 തവണ വന്നിരുന്നു. PM ശ്രീ നടപ്പാക്കിയതുകൊണ്ട് സിലബസിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ഉറപ്പിച്ചു പറയുന്നു. അതിന്റെ ഉത്തരവാദിത്വം തനിക്കുണ്ട്. PM ശ്രീയുടെ ദേശീയ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിക്കില്ലെന്നും ശിവൻകുട്ടി വ്യക്തമാക്കി. CPIയെ പിണക്കില്ലെന്ന സന്ദേശമാണ് ഇതിലൂടെ CPM വ്യക്തമാക്കുന്നത്.